ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നാം എല്ലാം ഇന്ന് കേൾക്കേണ്ടി വന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD മിസ്റ്റർ റോയിയുടെ മരണവാർത്ത. അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ റിവോൾവർ ഉപയോഗിച്ച് മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ ഏതൊരു വ്യക്തികൾക്കും ഈ വാർത്തയുടെ ഇതുവരെ കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിലൊത്തിരി ദുരൂഹതകൾ തങ്ങി നിൽക്കുകയാണ്. കാരണം ഒരു IT ഉദ്യോഗസ്ഥൻ്റെ നിരീക്ഷണത്തിലാണ് ഒരു വ്യക്തിയെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഈ ഉദ്യോഗസ്ഥർക്കാണ്. ഒരു ഉദ്യോഗസ്ഥർ ആരെങ്കിലും നിരീക്ഷണ വലയത്തിലാക്കിയാണെങ്കിൽ അവരുടെ മൊബൈൽ, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സ്റ്റോപ്പ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ വാങ്ങും. അവരുടെ ഡ്രസ്സ് വരെ ഈവൻ ചെക്ക് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടോ ഇല്ലോ എന്നെല്ലാം നോക്കി ഇത് നോർമൽ ചെയ്യാറുള്ള ഒരു സംവിധാനങ്ങളാണ്. ഇതൊന്നും ഇവിടെ ചെയ്യപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന് റൂം തുറക്കണമെന്ന് പറഞ്ഞു, എന്തോ അത്യാവശ്യമെന്ന് വെച്ച് റൂം തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ റൂമിന് പോയ വ്യക്തി സ്വയം ആത്മഹത്യ ചെയ്തു മരിച്ചു. എങ്ങനെ ഒരാളെങ്ങനെ തനിച്ച് വിടാൻ സാധിച്ചു? അല്ല, ഇത് ഒരു സിൻസിയറായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും IT ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നവർ, ദേ ആർ വെരി ക്വാളിഫൈഡ് പീപ്പിൾ, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ ഇവിടുത്തെ രീതികൾ വെച്ച് നോക്കി യഥാർത്ഥത്തിൽ ഇവർ IT ഉദ്യോഗസ്ഥർ തന്നെയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ റോയി മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ റെയ്ഡുകൾ സാധാരണയിൽ നടന്നു എന്നാണ് അറിയുന്നത്. അത് വളരെ സംശയം ഉദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കൂടി നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും കൊട്ടേഷൻ സംഘമാണെന്നോടുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അവരുടെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതറിയാൻ പറ്റൂ. അത് ഇനി പോലീസും കോടതിയും നിരീക്ഷിക്കേണ്ട കാര്യമാണ്. അവരാണത് നോക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനം എറണാകുളത്ത് നിന്ന് വന്ന ഒരു ടീമെന്നാണ് പറയുന്നത്. ഇതേ സംവിധാനം ബാംഗ്ലൂരിലുമുണ്ട്. അവർക്ക് ബാംഗ്ലൂരിലെ ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ട് എടുക്കാമായിരുന്നു. ഇതൊന്നുമില്ല. എറണാകുളത്ത് നിന്ന് പോയ ഇവരാണ് 2-3 ദിവസമായി ഇവർ ഈ വടിക്കാട് ഇവിടെ എല്ലാം റെയ്ഡ് നടത്തുകയായിരുന്നു. എന്തുകൊണ്ട് റെയ്ഡ് നടത്തിയപ്പോൾ ഈ റോയിക്ക് വേണ്ട സുരക്ഷിതത്വം കൊടുത്തില്ല? ഇദ്ദേഹം സ്വയം ആത്മഹത്യയാണോ, സ്വയം റിവോൾവർ ഉപയോഗിച്ചതാണോ എന്നതിനും തെളിവുകളില്ല. നമുക്കിങ്ങനെ പത്രവാർത്ത വരുന്നു. ഇപ്പോഴും അവിടെ ആ റെയ്ഡിനുണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷണ ബലത്തിലാക്കിയോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം ഇവരൊന്നും കോടതിയിൽക്കും മുകളിലുള്ളവരല്ല. റോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടു മാത്രമല്ല, റോയിയുടെ ആ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എത്രയോ നൂറുകണക്കിന് ആൾക്കാരുടെ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. അവർക്ക് ഇനി ആരെന്ത് ചെയ്യും? റോയി ആൾറെഡി ഈ ലോകവുമായി വിട പറഞ്ഞു പോയി. എന്നാൽ അദ്ദേഹം എന്തെങ്കിലും തകരാറ്, ടാക്സിൽ എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസ് എന്ത് ചെയ്താൽ തന്നെയും അതിന് കോടതിയുണ്ട് തന്നെ കാര്യമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലുള്ള എത്തുമെന്ന് ഇവർക്കറിയാമെങ്കിൽ, അത്ര സീരിയസ് ആണെങ്കിൽ അത്ര ഇവർ പ്രിവെൻറ്റേഷൻ എടുക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ റോയി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരായി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ തോന്നുന്നില്ല. ജോയിയെ അവസാനിപ്പിക്കുക, ജീവൻ അവസാനിപ്പിക്കുക, അങ്ങനെയാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവരുടെ ഓരോ നിരീക്ഷണവും ഓരോ നോക്കുമ്പോൾ അത് എന്തോ കൊട്ടേഷൻ പാർട്ടിയെ പോലെയാണ് തോന്നിപ്പിക്കുന്നത്. എന്തായിരുന്നാലും കോടതിയിലും
പോലീസിൻ്റെയൊക്കെ ഇതിൽ കൂടി നമുക്ക് അവരുടെ എന്താ പറയുക നിരീക്ഷണത്തിൽ കൂടി സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ അറിഞ്ഞതൊന്നും സത്യം അവസ്ഥയല്ല, സത്യമായുള്ള കാര്യങ്ങൾ. അതിൽ പല ദുരൂഹതകൾ അതിൽ നിഴലിക്കുകയാണ്. അതിന് കണ്ടെത്തണം സത്യം എന്താണെന്നുള്ളത്. ഇനി ഒരു റോയിമാരല്ല, ഇവിടെ പലരും ഇതേപോലെ വധിക്കപ്പെട്ടവരുണ്ടായി. ഒന്ന്, കൊല്ലം സ്വദേശിയായ രാജൻ ബിസ്ക്കറ്റ് രാജാവായി അറിയപ്പെട്ട ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയായിട്ട് എന്തൊക്കെ ഇതായി അദ്ദേഹം തീഹാർ ജയിലിൽ മരിച്ചു. ഒന്ന് തീർന്നില്ല. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞ മിസ്റ്റർ താഹിർ ആദ്യമായി ഒരു പ്രൈവറ്റ് എയർലൈൻ തുടങ്ങിയാണ്, ഷൂട്ട് ഔട്ടായി. അത് നമുക്ക് ഒരു ഓർമ്മ വരുന്നത് നമുക്കെല്ലാം സുപരിചിതനായ അറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചു. ഇതല്ല, ഇതിൻ്റെ പിന്നിൽ ഓരോ കഥകളുണ്ട്. പ്രവാസിയായി വന്ന് സാജൻ എന്നൊരു യുവാവ് ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി. അതിൻ്റെ പെർമിഷൻ കിട്ടാതെ സ്വയം ആത്മഹത്യ ചെയ്തു. അതിനുശേഷം കോഫി ഡേ MD കോഫി ഡേ വലിയ പ്രസക്തമായ നല്ല രീതിയിൽ ഡെവലപ്പായി വന്ന ഒരു സംവിധാനമായിരുന്നു. അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. നമ്മുടെ ഒരു യോഹന്നാൻ, ഒരു തിരുമേനി, ഒരു മതത്തിൻ്റെ നല്ല പൊസിഷനിലിരുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. അദ്ദേഹം അമേരിക്കയിൽ വെച്ച് മുതിയടഞ്ഞു. മുത്തൂൻ്റെ ഒരു ഡയറക്ടർ ഡൽഹിയിൽ വെച്ച് ആത്മഹത്യയായി. പിന്നെ നമുക്കറിയാം ഒരു ജോയ്, ഇവിടെ ദുബൈയിൽ 14ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ദുരൂഹത ബാക്കി നിൽക്കുന്നു. അദ്ദേഹത്തിന് വയനാടിൽ ഏതാണ്ട് 15 ഏക്കറിലുള്ള വീടെന്തോ സംതിങ് ഒരു ബിസിനസ് മാഗ്നറ്റായിരുന്നു. ഈവൻ സത്യസന്ധനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ADM ആയിരുന്ന നവീൻ ബാബു എന്തായി, അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ഇവർ മരണപ്പെട്ടതിന് ശേഷം ഇവരെക്കുറിച്ച് പിന്നെ ആരും വലുതായിട്ടൊരു അറിയില്ല. അതിൻ്റെ കേസ് ഏത് പൊസിഷനിലാണ് എങ്ങനെയാണെന്ന് ആർക്കൊന്നും അറിയില്ല. അതിങ്ങനെ പോയി അവസാനം അതങ്ങോട്ട് ഫയലിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ സത്യം പുറത്തു വരേണ്ട വളരെ ആവശ്യമാകുന്നു. ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാത്രമല്ല, ഇതേപോലെ ഇനി പലർക്കും ഇതൊരു അനായാസം ഇവർക്ക് വളർന്നു വരുന്നവരാരെയും ഒരു നിമിഷത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറരുത്. ആ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിന് വേണ്ട നിയമനിർമ്മാണങ്ങളും ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളും ഇതിനെ നല്ല രീതിയിൽ ഒരു പ്രിവെൻറ്റേഷൻ ചെയ്യാനും ഇനിയും ഇങ്ങനെയുള്ള സ്വയം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള റെയ്ഡോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഈ ബാംഗ്ലൂരിൽ നടന്ന റെയ്ഡിൻ്റെ നിലനിൽക്കുന്ന സംശയങ്ങൾ പബ്ലിക്കിന് അറിയേണ്ടതാണ്. പബ്ലിക് അറിയേണ്ടതിൻ്റെ അവർ അർഹരുമാണ്. ഇതിങ്ങനെ ഒരു തുടർകഥയായി നമുക്ക് വിടാൻ സാധിക്കില്ല. നവീൻ ബാബുവിൻ്റെ കേസും ഇതുവരെയും വെളിച്ചം കാണാതെ അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ദുരൂഹതകൾ ബാക്കി കിടക്കുകയാണ്. അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല. സോ ദയവ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു സത്യത്തിന് വേണ്ടി കാത്തിരിക്കാം. നീതിപീഠം, പോലീസും
നല്ല രീതിയിൽ ഈ ഇതിൻ്റെ കാരണക്കാരെ കണ്ടുപിടിക്കാം. അവിടെ പോയ ഉദ്യോഗസ്ഥരെ നിരീക്ഷണ വലയത്തിലാക്കി അവരിൽ നിന്നുണ്ടായ പാകപ്പിഴ എങ്ങനെ ഉണ്ടായി, അവരും ഏതെങ്കിലും കൊട്ടേഷൻ സംഘത്തിൻ്റെ ബിനാമിയായി പ്രവർത്തിച്ചിരുമെന്ന് അറിയില്ല. പക്ഷേ വസ്തുതകൾ കാണുമ്പോൾ നടന്ന കാര്യം നോക്കും എല്ലാം സംശയ കണ്ണുകളോട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.